ചെയ്തിരുന്നത് അതിൻ്റെ സെക്കൻഡ് തിയറം നമ്മൾ പ്രൂവ് ചെയ്തു. ഡിഫ്ലക്ഷൻ്റെ ഇക്വേഷൻസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഒപ്പം അതിൻ്റെ ആപ്ലിക്കേഷൻസ് ഒക്കെ നമ്മൾ ജസ്റ്റ് ഇക്വേഷൻസ് ഒക്കെ ഒന്ന് പറഞ്ഞിരുന്നു. ഇന്ന് അതിൻ്റെ പ്രോബ്ലംസ് നമുക്ക് സോൾവ് ചെയ്യാം. സ്റ്റോക്കാസ്റ്റിക്-ലിയോനോസ് തിയറം എന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്നും കൂടെ നിങ്ങൾ നോക്കുക. അതിനുശേഷം പ്രോബ്ലത്തിലേക്ക് വരിക. എന്തായിരുന്നു തിയറം പറഞ്ഞത്? ഡോ യു ബൈ ഡോ പി ഈസ് ഈക്വൽ ടു വൈ ഐ, അല്ലെങ്കിൽ ഡോ യു ബൈ ഡോ ഡബ്ല്യു ഈസ് ഈക്വൽ ടു വൈ ഐ എന്നുള്ളതായിരുന്നു തിയറം നമ്മളോട് പറഞ്ഞത്. അതിൻ്റെ ആപ്ലിക്കേഷൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത് ബെൻഡിങ്ങിൻ്റെ കേസായിരിക്കും കൂടുതൽ നിങ്ങൾ സ്ട്രെസ് കൊടുത്ത് പഠിക്കേണ്ടതെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഒരു പ്രോബ്ലത്തിലേക്ക് പോകാം. ഫൈൻഡ് ദ സെൻട്രൽ ഡിഫ്ലക്ഷൻ ഓഫ് എ സിംപ്ലി സപ്പോർട്ടഡ് ബീം ക്യാരിയിങ് എ പോയിന്റ് ലോഡ് അറ്റ് സെൻറ്റർ യൂസിങ് കാസ്റ്റിക്-ലിയോനോസ് തിയറം മെത്തേഡ് അസ്യൂം എ യൂണിഫോം ഫ്ലെക്സുറൽ റിജിഡിറ്റി. ഇതിൻ്റെ അകത്ത് കാസ്റ്റിക്-ലിയോനോസ് തിയറം മെത്തേഡ് വെച്ചിട്ട് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഫൈൻഡ് ദ സെൻട്രൽ ഡിഫ്ലക്ഷൻ. സി ആണ് സെൻറ്റർ പോയിന്റ്. അപ്പോൾ സിയിലെ ഡിഫ്ലക്ഷൻ വൈ അറ്റ് സി, അല്ലെങ്കിൽ ഡിഫ്ലക്ഷനെ രണ്ട് ടൈംസ് വെച്ചിട്ടാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. ഒന്നുകിൽ വൈ അല്ലെങ്കിൽ ഡെൽറ്റ. ഇത് രണ്ടും ഈക്വലാണ്. അപ്പം വൈ ഐ അല്ലെങ്കിൽ ഡെൽറ്റ ഐ, വൈ സി അല്ലെങ്കിൽ ഡെൽറ്റ സി കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഫിഗർ തന്നിട്ടുണ്ട്. ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീമാണ്. എ ഉണ്ട്, ബി ഉണ്ട്. സി എന്ന് പറയുന്ന പോയിന്റിൽ ഡബ്ല്യു എന്ന് പറയുന്ന ഒരു ലോഡ് ആക്ട് ചെയ്യുന്നുണ്ട്. സി മിഡ് പോയിന്റ് ആണ്. L/2 ഡിസ്റ്റൻസ് ആണ് ഓരോ സൈഡിലേക്കും. ടോട്ടൽ ഡിസ്റ്റൻസ് L ആണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് എന്ത് ചെയ്യണം? ആർ എയും ആർ ബിയും കണ്ടുപിടിക്കണം. നമ്മളിനി കണ്ടുപിടിക്കേണ്ട കാര്യമില്ല. നമുക്ക് കണ്ടുപിടിക്കാനാണെങ്കിൽ അറിയാം. നമുക്ക് ഡയറക്റ്റ് വേണമെങ്കിൽ എഴുതാം. എന്താണ് ആർ ബി എന്താണ്? ഇത് ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീമിൻ്റെ സെൻട്രൽ ഒരു ലോഡ് ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, ആ ഒരു ലോഡ് മാത്രമേ ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ലോഡിൻ്റെ ഹാഫ് ആയിരിക്കും റിയാക്ഷൻസ്. ആർ എയും ആർ ബിയും അതിൻ്റെ ഹാഫുകളായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഡയറക്റ്റ് എഴുതാൻ പറ്റും. W/2 എന്ന് ആർ എക്കും ആർ ബിക്ക് നമുക്ക് എഴുതാൻ പറ്റും. ഇതെങ്ങനെ കണ്ടുപിടിക്കുന്നതെന്നുള്ളതൊക്കെ നേരത്തെ പ്രോബ്ലത്തിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. അത്രയും പ്രോബ്ലംസ് ചെയ്ത് വന്നുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ ഡയറക്റ്റ് അങ്ങനെ എഴുതിക്കോളാം പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് റിയാക്ഷൻസ് കണ്ടുപിടിക്കുക. റിയാക്ഷൻസ് ആർ എയും കണ്ടുപിടിച്ചു, ആർ ബിയും കണ്ടുപിടിക്കും. നമുക്ക് തിയറം അറിയാം. എന്താണ്? മൊമെൻറ്റം. നമുക്ക് ഇന്നലത്തെ ഇക്വേഷൻ നിങ്ങൾ ഓർക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഇന്നലത്തെ ഇക്വേഷൻ ഒന്നും കൂടെ കാണിച്ചു തരാം. ഇതായിരുന്നു ഇന്നലെ നമ്മൾ പറഞ്ഞ ഇക്വേഷൻ. യു ഈസ് ഈക്വൽ ടു, ഇന്നലെ ആപ്ലിക്കേഷൻ ഓഫ് കാസ്റ്റിക്-ലിയോനോസ് തിയറത്തിൻ്റെ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് പറഞ്ഞ് നിർത്തിയത് ഇവിടെയാണ്. യു ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to L m²/2 EI × dx ആണ് ബെൻഡിങ്ങിൻ്റെ കേസിൽ അതിൻ്റെ ആപ്ലിക്കേഷൻ വരുന്ന ഇക്വേഷൻ. ബെൻഡിങ്ങിൻ്റെ കേസിൽ ഇതാണ് ഇക്വേഷൻ നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ ഡിഫ്ലക്ഷൻ കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യും? യു കണ്ടുപിടിക്കണം. യു കണ്ടുപിടിച്ചതിന് ശേഷം യുവിനെ വിത്ത് റെസ്പെക്റ്റ് ഡബ്ല്യു കൊണ്ട് എന്ത് ചെയ്യും? പാർഷ്യൽ ഡിഫറൻഷ്യൽ ചെയ്യണം. ഡോ യു ബൈ ഡോ ഡബ്ല്യു. ഡെൽറ്റ യു അല്ലാതെ ഡോ യു ആണ്. ഡോ യു ബൈ ഡോ ഡബ്ല്യു ചെയ്താലേ നമുക്ക് എന്ത് കിട്ടുള്ളൂ? ഡിഫ്ലക്ഷൻ കിട്ടുള്ളൂ. അപ്പോൾ യു ആണ് ഫസ്റ്റ് സ്റ്റെപ്പിൽ കണ്ടുപിടിക്കേണ്ടത്. യു കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് ഇന്നലെ പറഞ്ഞിരുന്നു. 0 to L ഇൻ്റഗ്രൽ 0 to L m²/2 EI × dx എന്നുള്ള ഇക്വേഷനാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പം ഫസ്റ്റ് എം കണ്ടുപിടിക്കണം. എം കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഈ ഫിഗറിൻ്റെ അകത്ത് അറിയാം. ഇപ്പോൾ റിയാക്ഷൻസ് ഒക്കെ നമുക്ക് കിട്ടി ഓൾറെഡി. W/2 ഇതെന്ന് പറഞ്ഞാൽ സി എന്ന് പറഞ്ഞാൽ ഡബ്ല്യു ആണ്. അപ്പോൾ ഒരു എക്സ് ഡിസ്റ്റൻസ് മാറിയിട്ട് എന്ത് ചെയ്യുന്നു? ഒരു ലൈൻ നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ഫ്രം എ, കൺസിഡർ എ ലൈൻ ഓർ സെക്ഷൻ അറ്റ് എ ഡിസ്റ്റൻസ് എക്സ് ഫ്രം ദ ലെഫ്റ്റ് പോയിൻറ്റ് എ. എയിൽ നിന്നും എക്സ് ഡിസ്റ്റൻസ് മാറിയിട്ട് നമ്മൾ ഒരു എ സി എന്ന് പറയുന്ന ആ ഒരു പാർട്ടിൻ്റെ ഇടയിലെവിടെയെങ്കിലും ഒരു സെക്ഷൻ നമ്മൾ കൺസിഡർ ചെയ്യുന്നു. അപ്പോൾ ആ ഒരു ലൈനിൻ്റെ മൊമെൻറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്കറിയാം എന്തായിരിക്കും? ആ ഒരു ലൈൻ എടുത്ത് കഴിയുമ്പം ഇതാണൊരു ലൈൻ. എൻ്റെ റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡും നോക്കുക. റിയാക്ഷൻ കുറവുള്ള സൈഡ് ഏതാണെന്ന് നോക്കുക. റൈറ്റിലേക്കും ലെഫ്റ്റിലേക്കും നോക്കിയപ്പോൾ റൈറ്റിൽ 2 റിയാക്ഷൻസ് വരുന്നുണ്ട്. ഏതൊക്കെയാണ്? 2 ലോഡ്സ് വരുന്നുണ്ട്. സിയും വരുന്നുണ്ട്, ബിയും വരുന്നുണ്ട്. ലെഫ്റ്റിൽ ഒന്നേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ലെഫ്റ്റ് സൈഡ് മാത്രമേ എടുക്കുന്നുള്ളൂ. ഇതൊക്കെ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. ഓക്കെ, ലെഫ്റ്റ് സൈഡ് ഏറ്റവും കുറവ് ഫോഴ്സ് വരുന്ന എവിടെയാണോ ആ സൈഡ് മാത്രം നമ്മൾ കൺസിഡർ ചെയ്താൽ മതി. അപ്പം ആ സൈഡിൻ്റെ ഫോഴ്സസ് ഇൻറ്റു അവിടുത്തെ ഡിസ്റ്റൻസ്. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഒറ്റ ഫോഴ്സേ വരുന്നുള്ളൂ. ഏതാണ്? റിയാക്ഷൻ അറ്റ് എ. W/2 എന്ന് പറയുന്ന റിയാക്ഷനേ ഉള്ളൂ. ആ റിയാക്ഷൻ ഇൻറ്റു ആ റിയാക്ഷൻ എവിടുന്ന് നമ്മളെടുത്ത ആ സെൻട്രൽ ലൈനിൽ നിന്ന് എത്ര ഡിസ്റ്റൻസ് മാറിയിട്ടാണ്? എക്സ് ഡിസ്റ്റൻസ് മാറിയിട്ട്. അപ്പോൾ W/2 × എക്സ്, അതാണ് W/2 × എക്സ് ആണ് ആ ഒരു ലൈനിൻ്റെ മൊമെൻറ്റ് എന്ന് പറയുന്നത്. മൊമെൻറ്റ് ഈസ് ഈക്വൽ ടു WX/2. അപ്പോൾ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് എന്താണ്? ഡിഫ്ലക്ഷൻ അറ്റ് സി കണ്ടുപിടിക്കാനാണ്. അപ്പം മൊമെൻ്റ് അറ്റ് സി ആദ്യം കണ്ടുപിടിക്കണം. WX/2 എന്ന് പറയുന്നത് എന്താണ്? മൊമെൻ്റ് അറ്റ് ദിസ് ലൈനാണ്. നമ്മളെടുത്ത ആ ഒരു ലൈനിലെ മൊമെൻ്റാണ് WX/2. അപ്പോൾ ഈ ഒരു പോയിൻ്റ് സി എന്ന് പറയുന്ന പോയിന്റിലേക്ക് വരുമ്പം മൊമെൻ്റ് എന്തായി മാറും?
W/2 ഇൻറ്റു എക്സിന് പകരം എന്ത് കൊടുക്കുക, L/2 കൊടുക്കുക, L/2 അല്ലെങ്കിൽ WL/4 ആയിട്ട് മാറും. മൊമെൻറ്റ് അറ്റ് സി എന്ന് പറയുന്നത് WL/4 ആയിട്ട് മാറും. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക് കിട്ടിയ സ്ട്രെയിൻ എനർജി നമുക്ക് കിട്ടിയ മൊമെൻറ്റ് M = WX/2 എന്ന് പറയുന്ന ആ ഒരു മൊമെൻറ്റിന് എന്ത് ചെയ്യുക, 0 to L/2 മാറിപ്പോവല്, 0 to L അല്ല 0 to L/2 ആണ്. കാരണം മൊമെൻറ്റ് അറ്റ് സി എന്നാണ് പറഞ്ഞത്, അപ്പോൾ L/2 ആണ് നമുക്ക് കൺസിഡർ ചെയ്യേണ്ടത്. അപ്പം ഇൻ്റഗ്രൽ ഈ ഒരു ഇക്വേഷൻ നമുക്ക് കിട്ടി. ആ ഇക്വേഷൻ്റെ അകത്ത് ഈ എമ്മിന് പകരം എന്ത് ചെയ്യുക, WX/2 എന്ന് പറയുന്ന ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക, m². ഓക്കെ, അപ്പോൾ ഇൻ്റഗ്രൽ 0 to ഇവിടെ L ആണ്, ഇത് ടോട്ടൽ ഒരു ബേസിക് ഇക്വേഷനാണ്. നമുക്ക് മിഡ് പോയിൻ്റ് വേണ്ടതുകൊണ്ടാണ് 0 to L/2 ഇവിടെ കൊടുത്തത്. അപ്പോൾ ഇൻറ്റു 2 ചെയ്യണം, കാരണം രണ്ടും സെയിം ആണ്. ഇവിടെയുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, രണ്ട് ഇടത്തെ എടുക്കേണ്ട കാര്യമില്ല, ഇവിടെ രണ്ടും സെയിം ആയിട്ടാണ് വരുന്നത് രണ്ട് സൈഡിലത്തും. അതുകൊണ്ട് 2 കൊണ്ടങ്ങ് ഡയറക്റ്റ് മൾട്ടിപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. സോ 2 ഇൻറ്റു ഇൻ്റഗ്രൽ 0 to L/2 നമ്മുടെ മൊമെൻറ്റ് എന്താണ്, WX/2ൻ്റെ സ്ക്വയർ, ഇപ്പോൾ W² ഇൻറ്റു X² ഡിവൈഡ് ബൈ 2² 4 ഇൻറ്റു ബാക്കി വരുന്ന ടൈം ഏതൊക്കെയാണ്, dx ഡിവൈഡഡ് ബൈ 2EI. അപ്പോൾ അത്രയും നമ്മൾ എഴുതി. അത്ര എഴുതിയതിന് ശേഷം ഇനി അതിനെ ജസ്റ്റ് സോൾവ് ചെയ്തെടുക്കുക. W²/4 എന്ന് പറഞ്ഞ W²/4EI W²/4 ഇൻറ്റു EI എന്ന് പറയുന്ന ടേം കോമൺ ആയിട്ട് പുറത്തെടുക്കും. ഇൻ്റഗ്രൽ 0 to L/2 X² dxനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. X²നെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്താവും, X³/3 ആവും. അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ള 1/3 എന്ന് പറയുന്നത്. ഈ X³ ഡിനോമിനേറ്റർ വരുന്ന 3 ആണ് 1/3 ഇട്ടത്. ഇനി X³ പകരം എന്ത് ചെയ്യുക, ഇൻ്റഗ്രൽ ലിമിറ്റ് കൊടുക്കുക. ലിമിറ്റ് ഏതാ, 0 to L/2 ലിമിറ്റ് കൊടുക്കുക. L/2 the whole cube കൊടുക്കുക. അപ്പോൾ എന്ത് കിട്ടും, L³/8 എന്ന് വരും. അതാണ് ഇവിടെ L³/8 കൊടുത്തത്. ബാക്കിയെല്ലാം ഇനി നമുക്ക് ഡയറക്റ്റ് സോൾവ് ചെയ്യാവുന്നതേ ഉള്ളൂ. എന്താണ്, W² ഇൻറ്റു L³ ന്യൂമറേറ്ററിൽ വരും. ഡിനോമിനേറ്ററിൽ എന്ത് വരും, 3 ഇൻറ്റു 8 ഇൻറ്റു 4 വരും. ഒപ്പം 3 ഇൻറ്റു 8 ഇൻറ്റു 4 വരും. അപ്പോൾ ടോട്ടൽ 96 EI എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് U കിട്ടി. U = W²L³/96 EI എന്ന് കിട്ടി. നമുക്ക് വേണ്ട എന്താണ്, ഡിഫ്ലക്ഷനാണ്. ഡിഫ്ലക്ഷൻ ഡെൽറ്റ കണ്ടുപിടിക്കാൻ നമുക്കറിയാം. എന്താണ്, U കിട്ടിക്കഴിഞ്ഞാൽ ∂U/∂W ചെയ്താൽ മതി. ∂U/∂W ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈ കിട്ടിയതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക വിത്ത് റെസ്പെക്ട് ടു ഡബ്ല്യുവിൻ്റെ എടുക്കുമ്പോൾ ബാക്കിയെല്ലാം കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഏതാണ്, L³/96 EI എന്ന് പറയുന്ന കോൺസ്റ്റൻ്റ് ആയിരിക്കും. W² മാത്രം ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. W² ഡിഫറൻഷ്യൽ എന്ന് പറഞ്ഞാൽ 2W. സോ 2W L³/96 EI എന്ന് കിട്ടും. 2ഉം 96 കൂടെ കട്ട് ചെയ്യുമ്പോൾ 48 ഡിനോമിനേറ്റർ വരും. സോ WL³/48 EI ആണ് ഡെൽറ്റ, അല്ലെങ്കിൽ അവിടുത്തെ ഡിഫ്ലക്ഷൻ. അപ്പം പ്രോബ്ലം ചെയ്ത മെത്തേഡ് നിങ്ങൾ ഒന്നും കൂടെ ശ്രദ്ധിക്കുക. പ്രോബ്ലം ചെയ്ത മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് എന്ത് ചെയ്യുക, റിയാക്ഷൻ ഫോഴ്സസ് കണ്ടുപിടിക്കുക. എയിലെയും ബിയിലേതും റിയാക്ഷൻ ഫോഴ്സ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് ബെൻഡിങ് മൊമെൻറ്റ് കണ്ടുപിടിക്കുക. ബെൻഡിങ് മൊമെൻറ്റ് കണ്ടുപിടിച്ച് കഴിഞ്ഞതിന് ശേഷം സ്ട്രെയിൻ എനർജി കണ്ടുപിടിക്കുക. നമുക്ക് സ്ട്രെയിൻ എനർജിയുടെ ഇക്വേഷൻ മറന്നു പോകരുത്. ഇൻ്റഗ്രൽ m²/2E ഇൻറ്റു dx, ബെൻഡിങ്ങിൻ്റെ കേസാണ് പറഞ്ഞത്. ഇൻ്റഗ്രൽ m²/2EI ഇൻറ്റു dx. ആ ഇക്വേഷൻ്റെ അകത്തേക്ക് എം കണ്ടുപിടിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് U കിട്ടും. യുവിനെ വിത്ത് റെസ്പെക്ട് ടു W എന്ത് ചെയ്യുക, ഒരു തവണ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഡിഫ്ലക്ഷൻ്റെ ആൻസർ കിട്ടും. നെക്സ്റ്റ് ഒരു പ്രോബ്ലത്തിലേക്ക് പോകാം. ഫൈൻഡ് ദ സ്ലോപ്പ് ഓഫ് സിംപ്ലി സപ്പോർട്ടഡ് ബീം അറ്റ് ദ സപ്പോർട്ട് ക്യാരിങ് എ പോയിൻ്റ് ലോഡ് അറ്റ് ദ സെൻറ്റർ. പോയിൻ്റ് ലോഡാണ് ക്യാരി ചെയ്തിരിക്കുന്നത്. ഇപ്പം നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച സെയിം രീതിയിലുള്ള പ്രോബ്ലമാണ്. അപ്പം ഇതിൻ്റെ അകത്ത് കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നത് എന്താണ്, സിംപ്ലി സപ്പോർട്ടഡ് ബീമിൻ്റെ കേസ് കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നത് ഡിഫ്ലക്ഷൻ അല്ല, സ്ലോപ്പാണ്. ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് y അല്ലെങ്കിൽ ഡെൽറ്റ കണ്ടുപിടിക്കാൻ നമ്മളിപ്പോൾ നേരത്തെ പ്രോബ്ലം ചെയ്തു. അന്നേരം എന്താണ്, ∂U ഡിവൈഡഡ് ബൈ ∂P അല്ലെങ്കിൽ ∂W. ഏതാണോ ലോഡ് എന്ന് പറയുന്നത് W ആണെങ്കിൽ W അല്ല P ആണെങ്കിൽ P. ∂U/∂W ചെയ്യുമ്പോൾ ആയിരിക്കും കിട്ടുന്നത്. പക്ഷേ തീറ്റ സ്ലോപ്പ് കണ്ടുപിടിക്കാനായിട്ട് ∂U/∂M ആണ് ചെയ്യേണ്ടത്. മൊമെൻറ്റം വെച്ചിട്ടാണ്, ∂M വെച്ചിട്ടാണ് എന്ത് ഡിഫറൻഷ്യേറ്റ് ചെയ്യേണ്ടത്. ∂U ഡിവൈഡഡ് ബൈ ∂M. ആ ഇക്വേഷൻ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോണം.
തീറ്റ കണ്ടുപിടിക്കാനായിട്ട് ഡോ യു ബൈ ഡോ എം. അപ്പോൾ സിമിലർ സ്റ്റെപ്പ് തന്നെ, നേരത്തെ പോലെ തന്നെ എന്ത് ചെയ്യുക, ആദ്യം റിയാക്ഷൻസ് കണ്ടുപിടിക്കുക, അതിനുശേഷം മൊമെൻറ്റ് കണ്ടുപിടിക്കുക, അതിനുശേഷം യു കണ്ടുപിടിക്കുക, അതിനെ വിത്ത് റെസ്പെക്ട് ടു എം ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തീറ്റ കിട്ടും. അപ്പോൾ നമുക്കറിയാം യുവിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം, ഇൻ്റഗ്രൽ 0 to L m²/2ei ഇൻറ്റു ഡി എക്സ് അല്ലേ. ഇതിന് മുമ്പത്തെ പ്രോബ്ലത്തിൽ അങ്ങനെ തന്നെയല്ലേ എഴുതിയത്, m²/2ei ഇൻറ്റു ഡി എക്സ് ആയിരുന്നു നമ്മുടെ ഇക്വേഷൻ. ഇവിടെ അത് തന്നെ m²/2di ഇൻറ്റു ഡി എക്സ്. അതിനെ നമ്മൾ എന്ത് ചെയ്യണം, വിത്ത് റെസ്പെക്ട് ടു എം ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. അപ്പോൾ ഈ വിത്ത് റെസ്പെക്ട് ടു എം ഡിഫറൻഷ്യേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ m²/2ei ഇൻറ്റു ഡി എക്സിനെ നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ എന്ത് കിട്ടും, 2m ഡിവൈഡഡ് ബൈ 2ei ഇൻറ്റു ഡി എക്സ് എന്ന് കിട്ടും. 2 കട്ടായി പോവും, m/ei ഇൻറ്റു ഡി എക്സ്. അതാണ് ഈ m/ei ഇൻറ്റു ഡി എക്സ് ഒരു ഡിഫറൻഷ്യേറ്റ് ചെയ്തപ്പോൾ കിട്ടിയതാണ് അല്ലേ. യു ബൈ ഡോ എം ആണ് ചെയ്യേണ്ടത്. യു നമുക്കറിയാം, അതിന് ഒരു തവണ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് വിത്ത് റെസ്പെക്ട് ടു എം ചെയ്തപ്പോൾ തീറ്റ കിട്ടി. തീറ്റ ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ m/ei ഇൻറ്റു ഡി എക്സ് എന്ന് കിട്ടി. ഓക്കെ, ഇനി നമുക്ക് എം കണ്ടുപിടിച്ചതിന് ശേഷം അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണം. അപ്പം എം കണ്ടുപിടിക്കാൻ വേണ്ടി കുറച്ച് ചെറുതായിപ്പോയി. ഓക്കെ, സം ഓഫ് എം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യമേ എന്ത് ചെയ്യണം, റിയാക്ഷൻ ഫോഴ്സസ് കണ്ടുപിടിക്കണം. നമ്മൾ ഓൾറെഡി അറിയാം റിയാക്ഷൻ ഫോഴ്സസ്. ഇവിടെ എന്താണ്, RA RB 2 പോയിൻ്റ് ലോഡുകൾ മാത്രമേ ഉള്ളൂ. സെൻറ്ററിലാണ് പി എന്ന് പറയുന്ന ലോഡ് ആക്ട് ചെയ്യുന്നത്. സെൻറ്ററിൽ ഒരു ലോഡ് മാത്രം ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ 2 റിയാക്ഷൻ ഫോഴ്സസും സെയിം ആയിരിക്കും. അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ആ ലോഡ് ആക്ട് ചെയ്യുന്ന ലോഡിൻ്റെ ഹാഫ് ആയിരിക്കും. സോ പി ആണ് ഇവിടെ ആക്ട് ചെയ്യുന്നത്. സോ p/2 ആയിരിക്കും എന്ത്, p/2 ആയിരിക്കും നമ്മുടെ റിയാക്ഷൻ ഫോഴ്സസ് എന്ന് പറയുന്നത്. സോ RB p/2, RAയും p/2 നമുക്ക് കിട്ടി. ഈ p/2 കിട്ടിയതിന് ശേഷം ഇനി നമുക്ക് മൊമെൻ്റ് എടുക്കണം. ഏതെങ്കിലും ഒരു സെഷൻ നമ്മളത്തേപോലെ തന്നെ ഫ്രം എയിൽ നിന്ന് ഡിസ്റ്റൻസ് എക്സ് മാറിയിട്ടൊരു സെക്ഷൻ എടുക്കുക. ആ സെക്ഷൻ്റെ റൈറ്റ് ആൻഡ് ലെഫ്റ്റ് നോക്കുക. ലെഫ്റ്റിലായിരിക്കും റിയാക്ഷൻസ് കുറവ്, RA മാത്രമേ ഉള്ളൂ. അപ്പം ആഡ് ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ്. RA എന്ന് പറയുന്നത് എന്താണ്, p/2 ഇൻറ്റു എക്സ്. സോ മൊമെൻ്റ് എന്തായിരിക്കും, മൊമെൻ്റ് ഈസ് ഈക്വൽ ടു p/2 ഇൻറ്റു എക്സ് എന്ന് നമുക്ക് കിട്ടി അല്ലേ. മൊമെൻ്റ് അബൌട്ട് എക്സ് ഈസ് ഈക്വൽ ടു p/2 ഇൻറ്റു എക്സ്. അപ്പോൾ നമുക്ക് എം കിട്ടി. എം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ നെക്സ്റ്റ് ചെയ്യേണ്ടത് എന്താണ്, നമുക്ക് തീറ്റ കണ്ടുപിടിക്കാനായിട്ട് ഈ എമ്മിന് ഇപ്പോൾ കിട്ടിയ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. എമ്മിന് ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പം നമുക്ക് കിട്ടും തീറ്റ ഈസ് ഈക്വൽ ടു ഡോ യു ബൈ ഡോ എം ഇൻ്റഗ്രൽ mx/ei dx എന്ന് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഇത്രയും നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യുക, അതിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. തീറ്റ എ ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to L/2 അല്ലേ, ഹാഫ് ആണ്, പകുതി എടുത്താൽ മതി. 0 to L/2 px/2. ഈ കിട്ടിയ വാല്യൂ px/2 എന്ത് ചെയ്യുക, ഇവിടേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. px/2 ഇൻറ്റു ei ഇൻറ്റു അല്ല ഡിവൈഡഡ് ബൈ ei px/2ei ഇൻറ്റു ഡി എക്സ്. തീറ്റ എ ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to L/2 px/2 ഇൻറ്റു 1/ei ഇൻറ്റു ഡി എക്സ് എന്ന് കിട്ടി. അതിൻ്റെ അകത്ത് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പം എക്സ് മാത്രമേ ഉള്ളൂ, എക്സ് ഇൻറ്റു ഡി എക്സ് ആണ് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. സോ p/2ei എന്ന് പറയുന്ന ടേം കോമൺ ആയിട്ട് പുറത്തെടുക്കുക. ഇൻ്റഗ്രൽ 0 to L/2 എക്സ് ഡി എക്സ്. എക്സിൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞാൽ x² അല്ലേ, ഇൻ്റഗ്രൽ എക്സ് ഡി എക്സ് ഈസ് ഈക്വൽ ടു എന്തായിരിക്കും, x²/2 ആയിരിക്കും. സോ x²/2 എന്നിട്ട് അതിൻ്റെ ലിമിറ്റ് 0 to L/2. സോ p/2ei ഇൻറ്റു 1/2 കോമൺ ആയിട്ട് പുറത്ത് വരും. അതിനുശേഷം ഇതിൻ്റെ അകത്ത് എക്സിന് പകരം എന്ത് ചെയ്യുക, എക്സിന് പകരം L/2 കൊടുക്കുക. സോ x² എന്നാണ് വരുന്നത്. സോ L/2 സ്ക്വയർ എന്ന് വരും, എന്ന് പറഞ്ഞാൽ L²/4 വരും. അപ്പം ഡിനോമിനേറ്ററിലൊരു 4 ഉണ്ട്. 4 × 2 8, 8 × 2 16. അപ്പോൾ ടോട്ടൽ 16 കിട്ടും. 16 PL²/16ei എന്ന് കിട്ടും തീറ്റ എ. ഓക്കെ, ഡൗട്ട് തോന്നരുത്. p/ei കോമൺ എടുത്തു, x²/2 എക്സിനെ ഇൻ്റഗ്രേറ്റ് ചെയ്തു, അപ്പോൾ x²/2 കിട്ടി. അപ്പോൾ ഡിനോമിനേറ്ററിൽ നേരത്തെ ഒരു 2 ഉണ്ട്, ഇപ്പോഴൊരു 2 ഉണ്ട്. 2 × 2 കൂടെ എന്തായി, ഡിനോമിനേറ്ററിൽ 4 ആയി. ഇനി x² പകരം L/2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. L/2 എന്ന് പറഞ്ഞാൽ അതിന് പകരം സ്ക്വയർ കൊടുക്കുമ്പം L²/4 എന്നാവും. അപ്പോൾ ഈ 4ഉം 4ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ 16 ആവും. PL²/16ei എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, തീറ്റ എയുടെ വാല്യൂ നമുക്ക് കിട്ടി PL²/16ei. ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീമിന് ഒരു പോയിന്റിലോട് ക്യാരി ചെയ്യുന്നു, എവിടെ സെൻട്രലാണ് എങ്കിൽ റിയാക്ഷൻസ് സെയിം ആണെന്ന് പറഞ്ഞ പോലെ RA ഈസ് ഈക്വൽ ടു RB എന്ന് പറഞ്ഞതുപോലെ തന്നെ തീറ്റ എയും തീറ്റ ബിയും എന്തൊക്കെ അവിടുത്തെ സ്ലോപ്പുകളും സെയിം ആയിരിക്കും. സോ RBയും RAയും സെയിം ആയിരിക്കും PL²/16ei.